ഈ രണ്ട് ചോദ്യങ്ങളിലൂടെ നമ്മൾക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കാം. ഹിച്ചൻസ് ഒരു അമേരിക്കക്കാരനായാണ് മരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ രണ്ട് പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് പാസ്പോർട്ടും അമേരിക്കൻ പാസ്പോർട്ടും. ഇംഗ്ലണ്ടിൽ ജനിച്ചു. പിന്നീട് 1981 മുതൽ അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചു. പക്ഷേ 2008 അദ്ദേഹം ശരിക്കും അമേരിക്കൻ പൗരനായത്. അപ്പൊ നീണ്ട കാലഘട്ടം അമേരിക്കയിൽ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം അമേരിക്കൻ പൗരനായിരുന്നില്ല. പല അമേരിക്കക്കാരും ഹിച്ചൻസ് അമേരിക്കക്കാരനല്ല എന്ന് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമായിരുന്നു. അവസാനത്തെ 3 വർഷം മാത്രമാണ് ഹിച്ചൻസ് ശരിക്കും അമേരിക്കൻ പൗരൻ ആയിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. അത്രയും നാള് അമേരിക്കയുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വളരെ സജീവമായി ഇടപെടുമ്പോഴും അമേരിക്കക്കാർ പൊതുവിൽ കരുതിയിരുന്നത് തങ്ങളിൽ ഒരാളാണ് ഹിച്ചൻസ് എന്നാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് മരിക്കുമ്പോൾ 2 പാസ്പോർട്ട് ഉണ്ടായിരുന്നു. 2005 പ്രോസ്പെക്ടസ് മാഗസിന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖരായ 5 ബുദ്ധിജീവികളിൽ ഒരാളായിട്ട് തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ക്രിസ്റ്റഫർ ഹിച്ചൻസ്. അതിൽ 5ാമത് ഹിച്ചൻസ് എത്തിയപ്പോൾ 3ാമതായിട്ടാണ് നോം ചോംസ്കി എത്തിയത്. അദ്ദേഹത്തിന്റെ ജേർണലിസ്റ്റിക് കരിയർ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഒരുമാതിരിപ്പെട്ട പ്രമുഖ പത്രങ്ങളെല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റ്, ദ നേഷൻ, ദ അറ്റ്ലാന്റിക്, പിന്നെ നിരവധി മാഗസിനുകളിൽ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാനിറ്റി ഫെയർ എന്ന് പറയുന്ന മാഗസിന് 1991 മുതൽ അദ്ദേഹം കോൺട്രിബ്യൂട്ടറി എഡിറ്റർ ആയിരുന്നു. അതിനെല്ലാം പുറമെ അദ്ദേഹം ഹി വാസ് എ പ്രൊഫസർ ഓൾസോ. ഒരുപക്ഷെ നാസ്തിക ലോകം കണ്ടുകൊണ്ട് വെച്ച ഏറ്റവും മിടുക്കനായിട്ടുള്ള ഡിബേറ്റർ ആയിരുന്നു. എന്താണ് ഹിച്ചൻസിന്റെ ചിന്താലോകത്തിന്റെ പ്രാധാന്യം? ചങ്ങലകളില്ലാത്ത ചിന്ത എന്ന് വേണമെങ്കിൽ അതിനെ ചുരുക്കി പറയാം. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം എവർക്കും ഉണ്ട് എങ്കിലും ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് ആസ്വദിക്കുക എന്നുള്ളത് വളരെ പരിമിതമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. നമുക്കൊക്കെ ഈ സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തെ അറിയുന്നത് പലപ്പോഴും അത് ആസ്വദിച്ചുകൊണ്ടാവണം എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനാണ് ഹിച്ചൻസ്. നമ്മൾ സാധാരണ ഇതിൽ ചെയിൻ ഡോഗ്സിനെ കുറിച്ച് പറയാറുണ്ട്, ചങ്ങലക്കിട്ട നായ. ഹിച്ചൻസ് വാസ് ആക്ച്വലി എ സ്ട്രീറ്റ് ഡോഗ്. ചങ്ങലകൾ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. ചങ്ങലകൾ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് കഴുത്തിൽ കെട്ടിയ ഒരു കയറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യം ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യവും, ഇത് രണ്ടും നമുക്കുണ്ടെങ്കിലും അത് എങ്ങനെ ആസ്വദിക്കാമെന്ന് കാണിച്ചു തന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഹിച്ചൻസിനോട് വിയോജിക്കാം, അദ്ദേഹത്തോടുകൂടി അദ്ദേഹത്തിന്റെ ചിന്തകളെ അതിനനുകൂലമായിട്ട് ചിന്തിക്കാം, യോജിക്കാം, വിയോജിക്കാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ധൈര്യം, ഹി വാസ് എ കറേജിയസ് പേഴ്സൺ ടു ദ കോർ. എന്താണ് കറേജ് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയെങ്കിലും ചെയ്യുക. പലപ്പോഴും നമുക്ക് പലതും ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഐ വുഡ് ലൈക്ക് ടു ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഐ വിഷ് ടു ഡു ഇറ്റ് എന്ന് തുറന്ന് പറയാനുള്ള ഒരു സ്ഥൈര്യം അത് ഹിച്ചൻസ് എപ്പോഴും കാണിച്ചിരുന്നു. ഒരു കാറ്റ് പോലെ, കാറ്റ് ഒരിക്കലും ദിശ നോക്കി ആയിരിക്കില്ല അടിക്കുക, ദിശ കാറ്റാണ് തീരുമാനിക്കുന്നത്. വിവിധ ദിശകളിലേക്ക് പരന്നൊഴുകിയ ഒരു വ്യക്തിയായിരുന്നു ഹിച്ചൻസ്. ഒരു സമയം അദ്ദേഹത്തിന് തോന്നുന്നു ഇന്നതാണ് ശരിയെങ്കിൽ അദ്ദേഹം പറയും ഇന്നതാണ് ശരി. അമേരിക്കൻ തത്വചിന്തയുടെ പിതാവെന്ന് ഒരുപക്ഷെ വിശേഷിപ്പിക്കാവുന്ന റാൽഫ് വാൽഡോ എമേഴ്സന്റെ അദ്ദേഹം 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് കൺസിസ്റ്റൻസിയെ കുറിച്ചും കൺഫോമിറ്റിയെ കുറിച്ചും രണ്ടും പറയുന്നുണ്ട്. അതായത് ഒഴുക്കിനനുസരിച്ച് നീന്തി പോവുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല, എനിബഡി ക്യാൻ ഡു ഇറ്റ്. മറ്റുള്ളത്, ഒരു വ്യക്തി പലപ്പോഴും ഏറ്റവും അധികം ഭയപ്പെടുന്നത് എന്തിനാണ്? കോൺട്രഡിക്ഷൻസ്. ഞാൻ ഇന്നലെ ഒന്ന് പറഞ്ഞു, നാളെ എനിക്ക് മറ്റൊന്ന് പറയേണ്ടി വരുന്നു. അപ്പോ ജനം കരുതും, ഓ ഇയാൾ എന്ത് മനുഷ്യനാണ്, ഇയാൾ ഇന്നലെ പറഞ്ഞല്ലോ ഇന്ന് പറയുന്നത്. അപ്പൊ എന്റെ ഇമേജും എന്റെ ഫെയിമും എല്ലാം അപകടത്തിലാകും, അല്ലെങ്കിൽ അതിനെല്ലാം പരിക്കേൽക്കും എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, കൂടുതലും ബുദ്ധിജീവികളും ചിന്തകരും ഒക്കെ എങ്ങനെയാണ്? ഞാൻ എന്ത് പറഞ്ഞോ ഞാൻ അതിൽ ഉറച്ചു നിൽക്കും. സിനിമാ നടിമാര് പ്രായം പറയുന്നോണാണ്. സിനിമാ നടിമാര് പ്രായം പറയുക വളരെ ഇതാണ്. അവര് ആദ്യം ചോദിക്കുമ്പോൾ പറയും 17 വയസ്സാണെന്ന് പറയും. 5 വർഷം കഴിഞ്ഞ് അതേ പത്രലേഖനം ചെന്ന് ചോദിക്കും എന്താണ് പ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയും 17 എന്ന് തന്നെ പറയും. അവരോട് ചോദിക്കും, മാഡം ഞങ്ങൾ 5 വർഷം മുമ്പ് വന്ന് ചോദിച്ചപ്പോഴും മാഡം 17 എന്നാണ് പറഞ്ഞത്. ഞാൻ അത്രക്കാരിയല്ല, എനിക്ക് തോന്നുമ്പോൾ തോന്നുന്നോണം പറയല്ല, ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും എന്ന് പറയുന്ന ജനങ്ങൾ. അതിനെയാണ് നമ്മൾ പറയുന്നത് കൺസിസ്റ്റൻസി
വാക്കു പാലിക്കുക, പറഞ്ഞ വാക്ക് മാറ്റി പറയാതിരിക്കുക. എന്തിനങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന സമസ്ത മേഖലകളിലും നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാണെന്ന് മാർക്സ് ആണത് പറഞ്ഞത്. അത് മാർക്സ് പറഞ്ഞുവെങ്കിലും ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്നലത്തെ നിങ്ങളല്ല എന്നുള്ളത്. ബയോളജിക്കലി അങ്ങനെയല്ല, നിങ്ങൾ ചിന്താപരമായിട്ട് അങ്ങനെയല്ല. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത എന്നുള്ളത് ഒരു വലിയ മുദ്രാവാക്യമായും വലിയൊരു ഇമേജ് ബിൽഡിംഗ് പ്രോസസ്സായിട്ട് കാണുന്നു? ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു അവസരത്തിന്റെ സൃഷ്ടിയാണ്. അവസരം മാറുമ്പോൾ അഭിപ്രായം മാറണം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്താപരമായ സത്യസന്ധത ഉള്ള ആളല്ല എന്നുള്ളതാണ്. ഇന്റലക്ച്വൽ ഓണസ്റ്റി ഈസ് മിസ്സിംഗ് വെൻ യു റിമൈൻ സ്റ്റേബിൾ ഇൻ വാട്ട് യു സെറ്റ് ഓർ ഡിഡ്. അതിന്റെ കാര്യമില്ല. ഹിച്ചൻസ് നന്നായിട്ട് കാണിച്ചു. 18 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. അതിൽ പല പുസ്തകങ്ങളും ഞാനിവിടെ 1-2 കാര്യങ്ങൾ വിശദമാക്കി പറയാം. എന്നാലും ഒരു ഓട്ടോപ്രേഷൻ നടത്തുമ്പോൾ ഏറ്റവും പുതിയ പുസ്തകമാണ് ആർഗ്യുബിളി എസ്സേസ് ഓൺ ക്രിസ്റ്റഫർ ഹിച്ചൻസ്. അദ്ദേഹത്തിന്റെ മദർ തെരേസയെ കുറിച്ചുള്ള വിവാദാത്മകമായ പുസ്തകം ദ മിഷണറി പൊസിഷൻ. പോർട്ടബിൾ എത്തീസ്റ്റ് ആയി ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്ന ഒരാൾക്ക് ബൈബിൾ പോലെ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ചെറിയ കോപ്പി പോലെ കൈകൊണ്ട് നടക്കാവുന്ന സാധനമാണ്. പക്ഷെ വലിയ പുസ്തകമാണ് കേട്ടോ. ഹിച്ചൻസ് ശരിക്കും നമ്മുടെ നാസ്തിക ചിന്തകൻ എന്ന നിലയിലാണ് ഇപ്പൊ വിലയിരുത്തുന്നതെങ്കിലും അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു ജേർണലിസ്റ്റാണ്. ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്. കാര്യം മാർട്ടിൻ എമ്മിസ്, അതുപോലെ തന്നെ സൽമാൻ റുഷ്ദി, ഇവരുടെയൊക്കെ ഒരു സംഘത്തിൽപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ഹിച്ചൻസിന്റെ ഒരു ദുര്യോഗം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുന്നായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രശസ്തി ഉണ്ടായതും ഏറ്റവും അധികം ആൾക്കാർ അദ്ദേഹത്തെ കേൾക്കാനെത്തിയത്. ഹിച്ചൻസ് ചറപറ ഡിബേറ്റുകൾ നടത്തി. ആരുമായിട്ടും ഒരു ഡിബേറ്റ്, ഏറ്റവും ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് ആള് തൊട്ട് യൂക്രൈൻ വരെ അദ്ദേഹം ഡിബേറ്റ് നടത്തി. ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ, ഞാൻ എന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് പറയുകയാണ്, ഹിച്ചൻസിനെ ഡിബേറ്റിൽ പരാജയപ്പെടുത്താൻ ശേഷിയുള്ള ഒരാള് ഇനി ജനിക്കില്ല. ആരും ജനിച്ചിട്ടില്ല, ആരും പുള്ളി മരിച്ചുപോയി. ഇത്ര കൃത്യമായി ഡോക്കിൻസ് ഒക്കെ പറയുന്നത് ശരിക്കും വലിച്ചു കീറുക എന്നാണ്. ഒരു പദമില്ല. എതിരാളിയുടെ കിക്ക് ദ സ്റ്റഫ് ഔട്ട് ഓഫ് ഹിം. അവന്റെ നമ്മളെന്താ വേറെ ഫ്രൈസ് ഉണ്ട്, എന്താ ടേക്കിംഗ് ദ വിൻഡ് ഔട്ട് ഓഫ് സംതിങ് എന്ന് പറയും, കാറ്റ് ഊരി വിടുക. ഇത്ര കൃത്യമായ ഒരു പക്ഷേ ഡോക്കിൻസും അല്ലെങ്കിൽ സാം ഹാരിസ് പോലെയൊക്കെയുള്ള മറ്റ് നാസ്തിക ചിന്തകരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹിച്ചൻസ് ഒരു ഡിബേറ്റർ എന്ന നിലയിൽ ആക്ച്വലി ഐ തിങ്ക് ഹി ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്, നോ പാരലൽ. അതാണ് മറ്റൊരു. അദ്ദേഹം ന്യൂ എത്തീസ്റ്റ്, ഞാൻ മുമ്പേ പറഞ്ഞു, ഡോക്കിൻസ്, ഹിച്ചൻസ്, സാം ഹാരിസ്, ഡെനറ്റ്, പിന്നെ അതുപോലെ തന്നെ മൈക്കൽ ഓൺഫ്രേ യൂറോപ്പില്. അപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്, ഒരു ചിന്താധാരയാണിത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? അത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം എത്തീസ്റ്റ് എന്നുള്ളതിനേക്കാൾ ആന്റി തീസ്റ്റ് എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത്. ആന്റി തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an atheist can wish that a belief in God were correct. ദൈവത്തിൽ ഉള്ള ചിന്ത ശരിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ അവകാശമുണ്ട്. ഇങ്ങനെ ശരിയായിരുന്നു, ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ഓരോരുത്തർ പറയുന്നേക്കാം. പക്ഷെ ആന്റി തീസ്റ്റ് എന്ന് പറയുമ്പോൾ നോ വേ, അങ്ങനെ ഒന്നും പോലും ഇല്ല. ദൈവം എന്ന് പറയുന്ന ഒരു ടോട്ടാലിറ്റേറിയൻ കൺസെപ്റ്റാണ്, ഒരു സ്വച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഒരു സങ്കല്പമാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം പോലും ചിന്തിക്കുന്ന മനുഷ്യനില്ല എന്നാണ് ഹിച്ചൻസ് പറഞ്ഞത്. അത്രയ്ക്ക് വളരെ പ്യുവറായിട്ട് കാര്യങ്ങൾ പറയാം. നോ 50% ചെസ്റ്റിറ്റി. ന്യൂ എത്തീസം പലരും എന്തായിരിക്കും ന്യൂ എത്തീസം എന്ന് പറയുന്നത്? ന്യൂ എത്തീസം ബേസിക്കലി അതൊരു സയൻസ് കോട്ടഡ് ആർഗ്യുമെന്റ് ആണ്. ദേ ആർ ഫോർ സയൻസ്. ആദ്യമായി ഒരുപക്ഷെ സയൻസിനെ ഡിഫെൻഡ് ചെയ്യുന്നത്, പരസ്യമായി ഡിഫെൻഡ് ചെയ്യുന്നത് 21ാം നൂറ്റാണ്ടിലാണെന്ന് പറയുന്നത്. അത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. സയൻസിനെ ആരും ഇതുവരെ ഡിഫെൻഡ് ചെയ്തിട്ടില്ലേ? സയൻസിനെ ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല. കാര്യം അതിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന മതം അത്രയ്ക്കൊരു വിദ്വേഷപരമായിട്ടുള്ള, ഒരു പ്രതിരോധപരമായിട്ടുള്ള സമീപനം സയൻസിനോട് ഈ അടുത്തിടെ ഒരു കഴിഞ്ഞ 50-60 വർഷം നോക്കുമ്പോൾ ഏറ്റവും അധികം സ്വീകരിക്കുന്ന കഴിഞ്ഞ 10-20 വർഷമായിട്ടാണ്. മുന്നേ സയൻസിനെ ക്രഷ് ചെയ്തിട്ടുണ്ട്, അത് വേറെ ചരിത്രം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവരുടെ കുറേയധികം പുസ്തകങ്ങൾ, ഡെനറ്റിന്റെ പുസ്തകം, സാം ഹാരിസിന്റെ പുസ്തകം, സാം ഹാരിസിന്റെ ദ എൻഡ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന പുസ്തകം 2004 ഇറങ്ങുന്നതോടുകൂടിയാണ് ന്യൂ എത്തീസം അമേരിക്കയിൽ തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം എ ലെറ്റർ ടു എ ക്രിസ്ത്യൻ നേഷൻ എഴുതി. 2006 റിച്ചർഡ് ഡോക്കിൻസിന്റെ ദ ഗോഡ് ഡെല്യൂഷൻ വന്നു. 2007 ഹിച്ചൻസിന്റെ ഗോഡ് ഈസ് നോട്ട് ഗ്രേറ്റ് വന്നു. അതിനുശേഷം നിരവധി പുസ്തകങ്ങൾ ആസ് എ ഗ്രൂപ്പ്. ഈ പല പുസ്തകങ്ങളും ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലറിലൊക്കെ ഏതാണ്ട് മാസങ്ങളോളം ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്നു എന്ന് ആലോചിക്കാം.
They are very particularly critical about the non-overlapping magisteria noma. Noma means ശാസ്ത്രത്തിന് ശാസ്ത്രത്തിന്റേതായ വഴി, മതത്തിന് മതത്തിന്റേതായ വഴി, രണ്ടും തമ്മിൽ കൂട്ടിയിടിക്കേണ്ടതില്ല, രണ്ടും തമ്മിൽ കൂടിക്കലരേണ്ടതില്ല എന്നുള്ള ചിന്ത. അപ്പോൾ മതം എന്തു പറയുന്നു അതിൽ അഭിപ്രായം പറയാനുള്ള ബാധ്യതയോ സാധ്യതയോ ശാസ്ത്രത്തിനില്ല എന്നും, ശാസ്ത്രം മാറി നിന്നുകൊണ്ട് മതത്തെ അംഗീകരിച്ചുകൊണ്ട് വണങ്ങിക്കൊണ്ട് കൂപ്പിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള പ്രായോഗിക വാദമാണ് പലപ്പോഴും ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്നത്. കാര്യം അവർക്ക് അവരുടെ പോക്കറ്റിന്റെ കനവും അവരുടെ ഇമേജും ഒക്കെ ചിന്തിക്കുമ്പോൾ മതം എന്ന് പറയുന്ന ഒരു ബുൾഡോസറിന്റെ കീഴിലോട്ട് ചെന്ന് കയറി ഇല്ല എന്താ പറയാ പാണ്ടിലോറിയുടെ കീഴിൽ തവള കയറി വേണം കയറി ചതഞ്ഞു പൊട്ടണ്ട എന്നുള്ള പ്രാക്ടിക്കൽ തിങ്കിങ് ആയിരുന്നു ശാസ്ത്രജ്ഞന്മാർ എന്ന് നമ്മൾ പൊതുവിൽ വിളിക്കുന്നവർക്ക് ഉണ്ടാവുക. പക്ഷെ ആദ്യമായിട്ട് പറയുന്നു അങ്ങനെ അല്ല, ശാസ്ത്രത്തിന് മതത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനായിട്ടുള്ള അവസരമുണ്ട്, അവകാശമുണ്ട്, അധികാരമുണ്ട്, പറയണം എന്നുള്ളതാണ് ന്യൂ എത്തീസത്തിന്റെ കോർ. നോമ മാറി നിൽക്കുന്നില്ല, നോൺ ഇന്റർഫിയറൻസ് എന്നുള്ള ആ വാദം അംഗീകരിക്കുന്നില്ല. ഇന്റർഫിയർ ചെയ്യുക. എന്തുകൊണ്ട് ശാസ്ത്രത്തിന് മതത്തിന്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറഞ്ഞുകൂടാ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ, റോക്കറ്റ് വിക്ഷേപണം തൊട്ട് മത്സ്യബന്ധനം വരെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രത്തിന് അഭിപ്രായം പറയാം, ശാസ്ത്രത്തിന്റെ നേട്ടം വേണം. പക്ഷെ മതം വരുമ്പോൾ അവിടുന്ന് നിങ്ങളൊന്ന് മാറിക്കൊടുക്കുക, വെറുതെ സംഘർഷം വെടിവെപ്പ് വേണ്ട. ഇത്തരം പ്രായോഗിക വേദങ്ങൾ ഉളുപ്പില്ലായ്മയാണ്, നട്ടലില്ലായ്മയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വളരെ അഗ്രസീവായിട്ടുള്ള, ന്യൂ എത്തീസത്തെ വിമർശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അവർ ഭയങ്കര അഗ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ പലപ്പോഴും ഈ ചുരുണ്ടും ചൂളിയും ഒന്നും നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒളിച്ചോടിയും നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒളിച്ചോടുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ കാൽപാദങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് എന്നുള്ള വാദമാണ്. ഹിച്ചൻസ് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു റൈറ്റർ എന്ന നിലയിൽ, ഒരു ഒറേറ്റർ എന്ന നിലയിൽ ഹി വാസ് ഹൈലി റേറ്റഡ് ബൈ ഹിസ് ഒപ്പോണന്റ്സ്. മാർക്ക് ഡി റോബർട്ട്സ് ഇദ്ദേഹമായിട്ട് ഒരു റേഡിയോ സംവാദം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, ഐ ആം സിംപ്ലി noting that God is not great is filled with thousands of statements that appears to be factual. ഒരു നിരീശ്വരവാദി എഴുതിയ മതവിരുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി അനവധി വസ്തുതകളുണ്ട് എന്നാണ് ഈ മതശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ തിയോളജിസ്റ്റ് പറയുന്നത്. വസ്തുതകളെ ആധാരമാക്കിയാണ് സംസാരിക്കുന്നത്. വെറുതെ ഞഞ്ഞാവിഞ്ഞ പറയുകയോ അല്ലെങ്കിൽ വെറുതെ എന്താണ് ഈ വാക്കുകളിലെ വലിയൊരു ചെയിൻ ഉണ്ട്, ശൃംഖല ഉണ്ടാക്കിയ ആളുകളെ മനം മയക്കുമൊന്നുമല്ല. വസ്തുതകൾ, അതാണ് സയൻസിന്റെ വഴി. കാര്യം കാര്യമായിട്ട് പറയുക വിത്ത് പ്രോപ്പർ എവിഡൻസ്. അദ്ദേഹത്തെ കുറിച്ച് റോബർട്ട്സ് പറയുന്ന നോക്കുക, മൈ പ്രീ ഡിബേറ്റ് നെർവസ്നെസ് വാസ് ഇൻക്രീസ്ഡ് ബൈ ദ ഫാക്ട് ദാറ്റ് ക്രിസ്റ്റഫർ ഹിച്ചൻസ് വാസ് എ ബ്രൈറ്റ്, വെൽ എഡ്യൂക്കേറ്റഡ്, ക്വിക്ക് തിങ്കിങ്, വൈഡ്ലി റെഡ്, റെറ്ററിക്കലി ബ്രില്യന്റ് ആൻഡ് എ ഡാഗർ ടങ് ഡിബേറ്റർ. ഇത് കൂടുതൽ ഒരു എൻകോമിയം ഒരു ഒപ്പോണന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് വലിയ വിലയുണ്ട്. നോക്കുക, ഇന്ത്യൻ വംശജനായിട്ടുള്ള ദിനേഷ് ഡി സൂസ ഒരുപാട് ക്രിസ്ത്യൻ തിയോളജിക്കൽ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അദ്ദേഹം പറയുന്നത് ഹിച്ചൻസിന് സമാനരായിട്ട് നാസ്തിക ചിന്തകൾ തന്നെ അപൂർവം ആൾക്കാരേ ഉള്ളൂ. ഹി സ്റ്റാൻഡ്സ് ഔട്ട് എന്നാണ് പറയുന്നത്. മാറി നിൽക്കുന്ന ഒരു ചിന്തകൻ, എവിടെ നിന്നാലും പ്രകാശം പരത്തുന്ന ഒരു നക്ഷത്രത്തെ പോലെ ഹിച്ചൻസ് നിലനിന്നു എന്നാണ് ഡിസീസ് പറഞ്ഞത്. ഹീസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ഹിം ആസ് എ മോസ്റ്റ് വെൽ നോൺ എതീസ്റ്റ് ഇൻ അമേരിക്ക. ദാറ്റ് ഇസ് എ വണ്ടർഫുൾ സ്റ്റേറ്റ്മെന്റ് ഫോർ ദിസ് മാൻ. വളരെ കാലം ഹിച്ചൻസിന്റെ സുഹൃത്തായിരുന്നു ടോണി ബ്ലെയർ. ടോണി ബ്ലെയറുമായിട്ട് മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടന്ന മങ്ക് ഡിബേറ്റ്, ഒരുപക്ഷെ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളൂ. മങ്ക് ഡിബേറ്റില് ടോണി ബ്ലെയറെ തറപറ്റിക്കാനുണ്ടായത് ഹിച്ചൻസ്. രോഗവുമായി മല്ലിടുമ്പോഴും ഹിച്ചൻസിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ബ്ലെയർക്കൊന്നും ചെയ്യാനായില്ല. അതിന്റെ ഒരു വീഡിയോ സ്ട്രിപ്പ് ഞാൻ കാണിക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, ഹിച്ചൻസ് വാസ് എ കംപ്ലീറ്റ് വൺ ഓഫ് ആൻഡ് അമേസിംഗ് മിസ്റ്റർ ഓഫ് റൈറ്റർ, ജേർണലിസ്റ്റ്, പോളിമിസ്റ്റ് ആൻഡ് എ യുണീക് ക്യാരക്ടർ. ആൻഡ് ഹി വാസ് ഫിയർലെസ്. ദാറ്റ്സ് എ വേർഡ് ഫോർ ഫിയർലെസ് ഡിബേറ്റർ. ആരെയും ഭയക്കാതെ ആ ഭാവം, അത് ചിന്തയുടെ ഔന്നത്യമാണ്. വെറുതെ നമ്മൾ കരുതുന്ന അഹങ്കാരമൊന്നുമല്ല. ഭയം നമ്മളിൽ നിന്ന് അകലുന്നത് പലപ്പോഴും നമ്മൾ ചിന്താപരമായിട്ടുള്ള ഒരു സ്ഥിരാവസ്ഥയിൽ എത്തുമ്പോഴാണ്. അല്ലാതെ വെറുതെ പഠിച്ചുകൊണ്ടൊന്നും അല്ലെങ്കിൽ വിനയം അഭിനയിക്കുന്നത് പോലെ ഭയമില്ലായ്മ അഭിനയിക്കാൻ സാധിക്കില്ല. റിച്ചർഡ് ഡോക്കിൻസ്, ഒരുപക്ഷെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായ നിരീശ്വരവാദി, അദ്ദേഹത്തിന് 100 നാക്കാണ് ഹിച്ചൻസിനെ കുറിച്ച് പറയുമ്പോൾ. ഹിച്ചൻസിനുമായിട്ട് നിങ്ങൾക്ക് ഒരു ഡിബേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തടി കേടാതെ രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. കാര്യം യു ഹാവ് നോ ചാൻസ് മൈ ഡിയർ എന്നാണ് ഡോക്കൻസ് പറഞ്ഞിട്ടുള്ളത്. ഐ തിങ്ക് ഹി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് orators of all time. He was a polymath, a bit immensely knowledgeable and a valiant fighter against the tyrants, including the imaginary supernatural ones. So, അദ്ദേഹത്തെ കുറിച്ച് മറ്റുള്ളവരുടെ ഒരു
എങ്ങനെയാണ് അവർ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഡോക്കിൻസും ഹിച്ചൻസും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഹിച്ചൻസ് ഒരുപക്ഷെ ആരെയും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾക്കറിയാം. ഹിച്ചൻസിന് അങ്ങനെ ഒന്നുമില്ല, സ്വന്തം ഒരു ഹറിക്കീൻ പോലെയായിരുന്നു, ആഞ്ഞടിക്കുക. അപ്പോ ഡോക്കിൻസ് മുന്നിൽ വന്ന് നിന്നാലും ഹിച്ചൻസ് ഡോക്കിൻസ് ആണല്ലോ, അത് ഞാനൊന്നും പറയാൻ പാടില്ല എന്നൊരു ബോധവും ഒന്നുമില്ല. ഡോക്കിൻസ് പറയുന്നത് ശരിയെങ്കിൽ ഡോക്കിൻസിന് കൈയടിക്കും, ഡോക്കിൻസ് പറയുന്നത് തെറ്റെങ്കിൽ പോടാ പുല്ലേ. അതാണ് ഹിച്ചൻസിന്റെ അവസാന നിമിഷം. അദ്ദേഹം കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന സീനാണ് ഞാൻ കാണിച്ചത്. Today I am called upon to honor a man whose name will be joined in the history of our movement with those of Bertrand Russell, Robert Ingersoll, Thomas Paine, David Hume. He's a writer and an orator with a matchless style, commanding a vocabulary and a range of literary and historical allusion far wider than anybody I know. And I live in Oxford, his alma mater and mine. He's a reader whose breadth of reading is simultaneously so deep and comprehensive as to deserve the slightly stuffy word learned, except that Christopher is the least stuffy, learned person you will ever meet. He is a debater who will kick the stuffing out of a hapless victim, yet he does it with a grace that disarms his opponent while simultaneously eviscerating him. എന്താണ് ഡോക്കിൻസ് പറഞ്ഞത്? കിക്കിംഗ് ദ സ്റ്റഫ് ഔട്ട് ഓഫ് ഹിസ് ഒപ്പണന്റ്. സാം ഹാരിസ് simply says he cannot be substituted because once he is gone, curtains, nobody to appear in his suit. അതാണ് അദ്ദേഹം. ക്രിസ്റ്റഫർ ഹിച്ചൻസിന് ഞാൻ ആദ്യമേ പറഞ്ഞു, അദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നു. അദ്ദേഹത്തിന് ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, പീറ്റർ ഹിച്ചൻസ്. പീറ്റർ ഹിച്ചൻസും ക്രിസ്റ്റഫർ ഹിച്ചൻസും രണ്ടുപേരും ലേബർ പാർട്ടിയിലാണ് അവരുടെ പ്രവർത്തനം തുടങ്ങിയത്. രണ്ടുപേരും ട്രോസ്കിസ്റ്റുകളായിരുന്നു, മാർക്സിസ്റ്റുകളായിരുന്നു. പക്ഷെ ഏതോ ഒരു ഘട്ടം വന്നപ്പോൾ പീറ്റർ ഹിച്ചൻസ് മതത്തിലേക്ക് മടങ്ങിപ്പോവുകയുണ്ടായി. ക്രിസ്റ്റഫറിന്റെ പ്രശസ്തി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പീറ്ററിനെയാണ്. പീറ്ററിന്റെ വാദങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനൊരു ഭൗതികവാദി ആയതുകൊണ്ട് തന്നെ എനിക്കതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എങ്കിലും ഇരു സഹോദരന്മാരും അവസാന കാലഘട്ടത്തിൽ ഹിച്ചൻസിന് സഫജിയൽ ക്യാൻസർ വന്നതിന് ശേഷം, അല്ല അതിന് മുന്നേ തന്നെ, അതിനേതാണ്ട് ഒരു കൊല്ലം മുന്നേ തന്നെ ഇവർ പാച്ചപ്പ് ചെയ്തു. ഇവർ എസ്ട്രേഞ്ച്ഡ് ആയിരുന്നു, രണ്ട് ഭാഗത്തായിരുന്നു, വഴക്കാളികളായിരുന്നു. പക്ഷേ മരണത്തിന് ഏതാണ്ട് ഒരു 2 വർഷത്തിന് മുന്നേ ഇവർ പാച്ചപ്പ് ചെയ്തു. ഇവർ 1-2 ഡിബേറ്റ് ചെയ്തതിൽ ഒരു ഡിബേറ്റാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പരസ്പരം ഇത്രയധികം വിദ്വേഷത്തിൽ ആണ്ടിരുന്ന 2 സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. കാര്യം ഹിച്ചൻസിന് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു അദ്ദേഹം ഒരു വാരികയില് പീറ്റർ ഹിച്ചൻസിനെ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭവം എഴുതി. സ്റ്റുപ്പിഡ് എന്നൊക്കെ പറഞ്ഞ നമ്മളൊരു ഡീസന്റ് മാഗസിനിലൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാം. ബട്ട് യുനോ, മരിച്ചതിന് ശേഷം സഹോദരനെ കുറിച്ച് പീറ്റർ പറഞ്ഞതാണ്, കറേജ് എന്റെ സഹോദരന്റെ ചിഹ്നമാണ്, ധൈര്യം. ഞാൻ പറഞ്ഞു, അത് വെറുതെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അത് ഒട്ടിച്ചു വെക്കാവുന്ന ഒരു കാര്യമല്ല, അത് അഭിനയിക്കാവുന്ന ഒരു കാര്യമല്ല. My brother possessed this virtue very to the very end, and if I often disagreed with the purpose for which it used, I never doubted the quality or ceased to admire it. അദ്ദേഹം ഈ ധൈര്യം ഉപയോഗിച്ച രീതിയോട് പലപ്പോഴും എനിക്ക് എതിർപ്പുണ്ടായിരുന്നിരിക്കാം, വിയോജിപ്പുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ അതിനെ തത്വത്തിൽ ഞാൻ അതിനെ നോക്കി എന്നും ആദരവ് പുലർത്തിയിട്ടേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോസാണ്. They are in 50s. ക്രിസ്റ്റഫർ 2 തവണ മാരേജ് ചെയ്തു. ആദ്യത്തേത് ഒരു ഗ്രീക്ക് സൈപ്രസ് വംശീയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. 1981 1989 അദ്ദേഹം ഡിവോഴ്സായി. അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോഴത്തെ പുതിയ 89 മുതൽ ഇപ്പോൾ തിരിയാത്ത ബന്ധം. കാരോൾ ബ്ലൂ, ഷീസ് ആൻ ആക്ട്രസ് ആൻഡ് എ റൈറ്റർ. And he is also having some Jew historic elements in him, because matrilineal ആയിട്ട് നോക്കുകയാണെങ്കിൽ, മാതാവിന്റെ വംശം വെച്ച് നോക്കുകയാണെങ്കിൽ അല്പം Jew elements ഉണ്ട്. പക്ഷേ
അദ്ദേഹം ഒരു ജൂതനാണ് എന്നുള്ളത് അംഗീകരിച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് സർക്കംസിഷനെതിരെയാണ്. അതായത് പരിച്ഛേദം നമ്മൾ പറയും. അതായത് അറിയാമല്ലോ, പരിച്ഛേദം ഒരു അവയവത്തിന്റെ ഒരല്പം പാർട്ട് നീക്കം ചെയ്യുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, if anyone wants to saw off bits of their genitalia, they should do when they are grown up and have made decision for themselves. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഒരു ബോഡി പാർട്സ് കട്ട് ചെയ്തിട്ട് അസുലഭമായിട്ടുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർ വളർന്ന് വലുതായി സ്വന്തം നിലയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്ന അവസരത്തിൽ എത്തുമ്പോൾ അവരയിൽ കത്രിക എടുത്തു കൊടുക്കുക. അവർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നാണ് ഹിച്ചൻസ് പറഞ്ഞത്. The world is thinking. Which now leads me to ask you why you called yourself a Trotskyist. There's something in this man you admire, something in his writings to which you adhere? Yes, the struggle of the left opposition against Stalin in the 1920s led to a sort of emulating movement, an anti-Stalinist Marxist left in the rest of Europe and Asia, in fact everywhere, America, Latin America. Usually rather small, but often quite intellectually influential. The thing about Trotsky, to echo something Professor Service was saying, is that he combined in himself the role of man of action and man of ideas. I mean, he could write about literature, and did. He helped to write the Surrealist Manifesto with André Breton and people of that kidney. He held forth on an amazing number of subjects. ഹിച്ചൻസ് ഒരു മാർക്സിസ്റ്റുകാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മാർക്സിസം ട്രോസ്കി